ഞാനിപ്പോൾ ഈ സമാഗമത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശരത്ത് എനിക്ക് തോന്നുന്നു മിനിമം ഒരു 1000 പ്രാവശ്യമെങ്കിലും അണ്ണാച്ചി എന്ന് പറഞ്ഞാണ്. നിങ്ങൾ റിയാലിറ്റി ഷോയിൽ സ്ഥിരം പറയുന്നൊരു വാക്കാണ് അണ്ണാച്ചി. ഈ അണ്ണാച്ചി എന്നിങ്ങനെ പറയാനായിട്ട് എന്താ കാരണം? പ്രത്യേകിച്ച് കൊല്ലത്ത് അണ്ണാന്ന് എല്ലാവരെയും വിളിക്കും. അതെ, ജി എന്ന് ഹിന്ദിയിൽ വിളിക്കും. വളരെ ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഈ അണ്ണാ ജി എന്നുള്ളതാണ് അണ്ണാച്ചിയായിട്ട് മാറിയത്. കാര്യം ഇവിടെ നമ്മുടെ നാട്ടിൽ വിചാരിച്ചേക്കുന്ന ഈ അലൂമിനിയം പാത്രം കൊണ്ടുപോകുന്ന ഒരു അണ്ണാച്ചി, അത് തെറ്റാണത്. അതല്ല, അങ്ങനെ ഒരു സംഭവമല്ല. അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ വളരെ മര്യാദയോടെ വിളിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നമുക്ക് ആരെ വേണമെങ്കിലും വിളിക്കാം. അച്ഛനെ വേണമെങ്കിലും അണ്ണാച്ചി ഞാനെന്ത് പോയിട്ട് വരാമെന്ന് പറയാം. എനിക്ക് തോന്നുന്നു പിള്ളേർ വരെ വിളിക്കാറുണ്ട് കാണുമ്പോൾ. കുട്ടികൾ വലിയ സന്തോഷമാണ് അണ്ണാച്ചി. പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്. 13 മിനിറ്റുള്ള പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ പാട്ടനുഭവം, ഐ മീൻ പാടിയ അനുഭവം? എനിക്ക് ആദ്യം ഞാൻ പാടുന്നത് ശ്യാം സാറിൻ്റെ പാട്ടാണ്. ശ്യാം സാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം, ഞാൻ അവിടെ ചെന്നൈയിൽ പോയി 3ാമത്തെ ദിവസം കണ്ട് അതിൻ്റെ അടുത്ത ദിവസം എന്നെ പാട്ട് തന്ന ആളാണ്. ശ്യാം സാറിൻ്റെ ഈ ഒരു ഫസ്റ്റ് അനുഭവം എന്ന് പറഞ്ഞാൽ ചിത്ര ചേച്ചിയുടെ കൂടെ ഒരു ഡ്യുവറ്റായിരുന്നു. ഡും 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 സ്വരമേളം എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. അത് ദൈവം സഹായിച്ച് ഫിലിമിലില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇതായിരുന്നു ചിത്ര ചേച്ചിയുടെ കൂടെ ആദ്യമായിട്ട് പാടുന്നത് ഞാൻ. അപ്പോൾ ഒരു പാട്ടുകാരൻ നട ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ടെൻഷനായിട്ട് വന്ന് അടുത്ത് ചിത്ര ചേച്ചിയാണ്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശരിച്ച് പാടുന്നവിടെ ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ട് അത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ 12 ടേക്ക് പാടി ഫുൾ പാട്ട്. ശരി, കാരണം ആരെങ്കിലും ഒരാളെ തെറ്റിക്കും. ഫുൾ ഓർക്കസ്ട്ര കേടും പാടിപ്പാടി ഇടപാട് തീർന്നപ്പോൾ ശ്യാം സാറ് പറഞ്ഞു, ഫസ്റ്റ് ടേക്ക് ഓക്കെ മോനെ. അതിനകത്ത് ക്ഷീണമില്ല, വിറപ്പുണ്ട്. കാര്യം നമുക്കൊന്നും കൺട്രോളിൽ നിൽക്കത്തില്ല. എന്ത് പാടിയാലും അതിനൊരു സുഖം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കാര്യം ആദ്യം പാടുക അതായിരുന്നു ഓക്കെ ആയത്. അപ്പോൾ അതൊരു അനുഭവം, സുഖമുള്ള അനുഭവമായിരുന്നു ചിത്ര ചേച്ചിയുടെ കൂടെ. മോനെ ശരത്ത് സൗഖ്യമാ? ആദ്യം ഞാൻ ശരത്ത് ഐ ഷുഡ് കൺഗ്രാജുലേറ്റ് ഹിം. അതാണ് ഫസ്റ്റ്. ഈസ് ലൈക്ക് മൈ സൺ, എപ്പോഴും ഞാൻ പറയാറുണ്ട്. പിന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. വളരെ ചെറിയ പ്രായത്തിൽ ഞാനെടുത്ത് വന്ന് ഒരു പാട്ട് പാടാൻ വേണ്ടി വന്നു. ഒരു പടത്തിന് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് ഇയാൾ നന്നായിട്ട് ഒരു ചില വർഷങ്ങൾക്ക് ശേഷം ഡെഫിനറ്റായിട്ട് ഒരു വലിയ ആളായിട്ട് വരും അങ്ങനെ എനിക്ക് അപ്പോഴേ തോന്നി. ഈ ഷുഡ് ടേക്ക് കെയർ ഓഫ് ഹിസ് ഹെൽത്ത് എന്ന് ഞാൻ എപ്പോഴും പറയും. ഈസ് എ വെരി വെരി ഹാർഡ് വർക്ക്. അപ്പോൾ ഹാർഡ് വർക്ക് ഈസ് ഓക്കെ അറ്റ് സർട്ടൻ സ്റ്റേജ്. നല്ല മ്യൂസിക് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഹെൽത്തും നന്നായിരിക്കണം. അപ്രീസിയേഷനോ അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്ലെസ്സിങ്ങോ എല്ലാം കൂടിയിട്ട് ശരത്തിക്ക് എപ്പോഴും ഉണ്ടാവണം ദൈവത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഭാവയാമിയിൽ വന്നു കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത പാട്ടാണ്. ഭാവയാമി എന്ന് പറയുമ്പോൾ എനിക്ക് അതിലൊരു വിഷമം പിടിച്ച ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അങ്ങനൊരു പാട്ട് ചെയ്യാൻ എനിക്കൊരു അവസരം തന്ന എൻ്റെ ഡയറക്ടറാണ് ഉണ്ണി. ഇപ്പം നമ്മുടെ കൂടെ ഇല്ല, ഉണ്ണി മരിച്ചു പോയി. ശരി. ഉണ്ണിക്ക് 40 വയസ്സ് എന്തോ ഉള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാം നമ്മുടെ സിനിമ എന്നല്ല, മൊത്തത്തിൽ ഇത് കാണുന്ന എല്ലാവരുടെ അടുത്തും പറയാനുള്ള ഒരൊറ്റ സംഭവം, വെള്ളം അടിക്കാം, നമ്മളെ വെള്ളം അടിച്ചുകൊണ്ട് പോകരുത്. എനിക്കിതേ പറയാനുള്ളൂ. ആ ഒരു പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഗിരീഷ് അണ്ണാച്ചി. അപ്പോൾ എഴുതിയ ആളുമില്ല, ഡയറക്ടറും ഇല്ല. ഈ ഒരു ദുഃഖം പ്രത്യേകിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാര്യം ഇനിയുള്ളവരെങ്കിലും ഇതൊക്കെ ഒന്ന് ആലോചിച്ച് കണ്ട് ജീവിച്ചാൽ കൊള്ളാം. അപ്പോൾ ഭാവയാമി എന്നുള്ളൊരു പാട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു. തീർച്ചയായിട്ടും ആ പാട്ടിൻ്റെ 2 വരിയും കൂടി ഒന്ന് ശരത്ത് പാടിയാൽ. ഭാവയാമി പാടുമെൻ്റെ ജീവനാഡികളിൽ, ഭാവയാമി പാടുമെൻ്റെ ജീവനാഡികളിൽ, നാദഗോപുരങ്ങൾ തീർത്ത
വേദപൗർണമിയിൽ പ്രാണപഞ്ചമങ്ങൾ പ്രണവസാന്ദ്രമാക്കും ആദിബോധസാധകം ആത്മരാഗസമർപ്പണം ഈ സംഗീതം സാഫല്യം സരിഗപദ സഗമപനിസ നിരിഗമദ നിരിഭാവയാമി പാടുമെൻ്റെ ജീവനാടികളിൽ നാദഗോപുരങ്ങൾ തീർത്ത വേദപൗർണമിയിൽ ആ ഹരി എന്തൊരു ലയമാണ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഭയങ്കര സുഖമുണ്ട്.